ജനം ടി വി വാർത്തയിൽ പ്രതികരണവുമായി CPI നിലപാട് കടുപ്പിച്ച് CPI വയനാട് ജില്ലാ കമ്മിറ്റി വനവാസികളെ വഞ്ചിച്ചതിൽ അഗസ്റ്റിൻ സഹോദരങ്ങൾക്കെതിരെ പട്ടികജാതി പട്ടികവർഗ നിയമപ്രകാരം കേസെടുക്കണമെന്ന് ജില്ലാ സെക്രട്ടറി. വനവാസികളെ കുടുക്കാൻ ഗൂഢശ്രമം നടക്കുന്നുവെന്ന് EJ ബാബു. ഇതിൽ കൃത്യമായ നിലപാട് സർക്കാർ സ്വീകരിക്കണം. നിയമത്തിൽ ആവശ്യമായ മാറ്റം വരുത്തണം. വിവരങ്ങൾ R രാജീവ് വയനാട്ടിൽ നിന്നും നൽകും. രാജീവ്, ഈ മുട്ടിൽ മരമുറി വാർത്തയുമായി ബന്ധപ്പെട്ട് ഉള്ള ധാരാളം ഫോളോ അപ്പുകൾ നമ്മൾ വരും ദിവസങ്ങളിൽ നൽകുന്നുണ്ട്. ഇപ്പോൾ CPI ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് സംസ്ഥാന സർക്കാരിനെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തൊക്കെ കാര്യങ്ങളാണ് CPI ജില്ലാ സെക്രട്ടറി രാജീവുമായി ഉള്ള സംഭാഷണത്തിൽ വ്യക്തമാക്കുന്നത്? ഗൗതം, കഴിഞ്ഞ ദിവസമാണ് ഈ അഗസ്റ്റിൻ സഹോദരന്മാർ വനവാസികളെ ഉൾപ്പെടെ വഞ്ചിച്ചതിൻ്റെ തെളിവുകൾ നമ്മൾ പുറത്തുവിട്ടത്. പ്രധാനമായും ഈ വനവാസികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന വീട്ടുമരങ്ങൾ അഗസ്റ്റിൻ സഹോദരന്മാർ മുറിച്ച് കടത്താൻ ശ്രമിച്ചത്. ലക്ഷങ്ങൾ വിലയുള്ള വീട്ടുമരങ്ങളായിരുന്നു. 7,000 അതുപോലെ തന്നെ 4,000 ഒക്കെ വനവാസികൾക്ക് നൽകിക്കൊണ്ട് അവരുടെ പറമ്പിൽ നിന്ന് മുറിച്ചു കടത്താനുള്ള ശ്രമം നടത്തിയത്. വ്യാജരേഖകൾ ഉൾപ്പെടെ കാണിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ശ്രമം നടത്തിയത്. അതായത് സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ ഉത്തരവുകളുമുണ്ട്, നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടായില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അഗസ്റ്റിൻ സഹോദരന്മാർ അത് അവിടേക്ക് എത്തി. അതായത് വനവാസി കോളനികളിലേക്ക് എത്തി അവരെ തെറ്റിദ്ധരിപ്പിച്ച് ഈ മരങ്ങൾ മുറിച്ചു മാറ്റിയതും അത് കടത്താനുള്ള ശ്രമവുമൊക്കെ ഉണ്ടായത്. അതായത് ഇപ്പോൾ വനവാസികൾ വലിയ പ്രതിസന്ധിയിലാണ്. കാരണം അവർക്ക് ഈ ലക്ഷങ്ങൾ വിലയുള്ള വീട്ടുമരങ്ങൾ മുറിച്ചതുമായി ബന്ധപ്പെട്ട് 70-80 ലക്ഷം രൂപ റവന്യൂ വകുപ്പിന് അടയ്ക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നോട്ടീസ് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടപ്പോൾ റവന്യൂ മന്ത്രിയും അതുപോലെ തന്നെ വനമന്ത്രിയും ഒക്കെ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു. വനമന്ത്രി വ്യക്തമാക്കിയതനുസരിച്ചാണെങ്കിൽ ഇത്തരത്തിലുള്ള മരം കൊള്ള നടക്കുന്നുണ്ട്. ഈ വനം വകുപ്പിൻ്റെ ചില ന്യൂനതകൾ കണക്കിലെടുത്താണ്, അല്ലെങ്കിൽ ന്യൂനതകൾ മുതലാക്കിയാണ് ഇത്തരം പ്രമാണിമാർ വനം കൊള്ള നടത്തുന്നതെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ കഴിഞ്ഞ ദിവസം തുറന്നടിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ വയനാട് CPI ജില്ലാ ഘടകം കൂടി വിമർശനവുമായി രംഗത്തെത്തുകയാണ്. കൃത്യമായ നടപടി ഇക്കാര്യത്തിൽ വേണമെന്നാണ് വയനാട് CPI ജില്ലാ സെക്രട്ടറി EJ ബാബു വ്യക്തമാക്കുന്നത്. റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുൾപ്പെടെ അനുകൂലമായ നടപടി, അതായത് ഈ വനവാസികൾക്ക് അനുകൂലമായ നടപടികൾ ഉണ്ടാകണമെന്ന ആവശ്യമാണ് നിലവിൽ EJ ബാബു മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ആൻഡോ അഗസ്റ്റിൻ സഹോദരങ്ങൾക്കെതിരെ കൃത്യമായി കേസ് എടുക്കണം. അതായത് നിലവിലുള്ള കേസ് പോരാ, ഈ പട്ടികജാതി പട്ടികവർഗ നിയമമനുസരിച്ച് ഈ വനവാസികളെ കബളിപ്പിച്ചതിന് കേസെടുക്കണമെന്ന ആവശ്യം CPI ശക്തമാക്കുകയാണ്. അതായത് ഈ വിഷയത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ് CPI. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ ഗൂഢ നീക്കത്തിനെതിരെ കൃത്യമായ നടപടി ഉണ്ടാകണം. ഇത് മുഴുവൻ വനവാസികളുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് അവർ രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുകയാണ് ഈ അഗസ്റ്റിൻ സഹോദരന്മാർ. അത് അനുവദിക്കരുത്. അതിനാവശ്യമായ കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് നിലവിലിപ്പോൾ CPI ജില്ലാ സെക്രട്ടറി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും അഗസ്റ്റിൻ സഹോദരന്മാർക്കെതിരെ ഭരണകക്ഷിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടി തന്നെ നിലപാട് സ്വീകരിക്കുന്നു. അതും വയനാട് ജില്ലയിൽ തന്നെ നിലപാട് സ്വീകരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രമല്ല കൃത്യമായി, അതായത് നിലവിൽ അഗസ്റ്റിൻ സഹോദരന്മാർക്കെതിരെ കേസുണ്ട്, അതിൻ്റെ നടപടികൾ തുടരുകയാണ്. അതിനു പിന്നാലെയാണ് CPI മറ്റൊരാവശ്യം ഉന്നയിക്കുന്നത്. ഈ വനവാസികളെ കബളിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് മരം മുറിച്ചിരിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട് കേസ് വേണം. ഒന്നും അറിയാത്ത, അതായത് അക്ഷരജ്ഞാനം പോലും ഇല്ലാത്ത വനവാസികളെയാണ് ഈ രീതിയിൽ അഗസ്റ്റിൻ സഹോദരന്മാർ ക്രൂരമായി കബളിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഇതിൻ്റെ തെളിവുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിടുകയും അത് വലിയ ചർച്ചയാവുകയും ചെയ്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് CPI വയനാട് ജില്ലാ ഘടകം ഇത്തരമൊരു ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഗൗതം, മരം കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ CPI ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു, സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്നു. പാവപ്പെട്ട കർഷകരെയും വനവാസികളെയും എങ്ങനെയാണ് ഈ അഗസ്റ്റിൻ സഹോദരന്മാർ വഞ്ചിച്ചത് എന്നതിൻ്റെ കൃത്യമായ തെളിവുകളാണ് ജനം TV ഈ ഒരു വാർത്താ പരമ്പരയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ ജനം TV വാർത്തയോടാണ് CPI വയനാട് ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം. ഈ നിയമത്തിൽ ചില മാറ്റങ്ങൾ അനിവാര്യമാണ്. മാത്രമല്ല, ഈ വഞ്ചിച്ച കർഷകരെ വഞ്ചിച്ച വനവാസികളെ വഞ്ചിച്ച ഇത്തരം അഗസ്റ്റിൻ സഹോദരന്മാർക്കെതിരെ ഉൾപ്പെടെ കടുത്ത നിലപാട് വേണം എന്നതാണ് CPI ജില്ലാ കമ്മിറ്റിയുടെ ആവശ്യം. R രാജീവാണ് വയനാട്ടിൽ നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.